വൈകിട്ടല്ലേ ചിലപ്പോ താഴ്ത്തി. ഓക്കെ, അപ്പോ മാലയിലുണ്ട്. അപ്പോ കല്യാണം കഴിഞ്ഞിരിക്കാൻ എന്താ ശരിക്കും പറയാനുള്ളത്? എന്താ പറയാ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സന്തോഷം ഉണ്ട്. എന്ന് വെച്ചാല് കുറച്ച് ഇറങ്ങാൻ നേരത്തൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് മാറി കിട്ടി. ഇപ്പൊ നമ്മളൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അല്ലേ. എന്താ പറയാ, നല്ലൊരു മുഹൂർത്തം എന്ന് വെച്ചാല് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ താലി ചേർത്താൻ വേണ്ടി സാധിച്ചു. സന്തോഷമുള്ളത്. ഇറങ്ങി വന്നപ്പോ നമ്മുടെ ഒരു സ്ലോട്ട് ടൈം മാറി, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായി. പിന്നെ ചൂട് ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് കുറച്ച് ആളുകളായല്ലോ, പക്ഷെ എന്താ ഇത്ര ലേറ്റ് ആയി? 2 വർഷം 2 ഇയേഴ്സ് ആയി. അപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാല് ഈ വിവാഹം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ അല്ലേ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ മനസ്സിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിൽ കൊണ്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാർക്ക് കല്യാണം കഴിച്ചിട്ടെങ്കിലും ഒന്നിച്ച് താമസിക്കാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അതാണ് അല്ലേ. പക്ഷെ അത് പഴയ തലമുറക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയല്ല. കല്യാണം കഴിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും വേറെന്തോ ഒരു രീതിയിലാണ് നമ്മൾ നോട്ടോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല 2 വർഷം കൊണ്ട് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെടുത്താണ് ഞങ്ങൾ താലി കിട്ടാൻ വേണ്ടി. ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് ഉള്ളിൽ വെച്ച് കെട്ടണമെന്നായിരുന്നു അതിന്റെ ആ ഫാമിലി റൗണ്ടിൽ തൊട്ട് മുമ്പാണ് ഞാൻ ഔട്ടായത്. അല്ലെങ്കിൽ ആ ഫാമിലി റൗണ്ടിൽ ഇവിടെ വരുമ്പോൾ ഇത് അവിടെ വെച്ചിട്ടാണ് ബിഗ് ബോസുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് മിസ് ചെയ്തത്. ആ ഒരു അത് നമ്മളേതായാലും ഇങ്ങനെ ആക്കി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെല്ലാവരും വന്ന് വലിയ സംഭവം. ഗുരുവായൂർ വെച്ച് നടത്താനുള്ള കാരണം അത് ഞാൻ പറയാം. ഞാനൊരു കൃഷ്ണ ഡിവോട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഗുരുവായൂർ അമ്പലത്തില് മനസ്സിന് വരാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് തന്നെ ചെയ്യണം. ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തിയാണ്. എപ്പോഴായാലും വീട്ടിൽ നമുക്ക് ഗുരുവായൂരപ്പന്റെ കൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞ് ഇതുണ്ട്. എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വർത്താനൊക്കെ പറയുന്നതാണ്. എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എനിക്കറിയില്ല, അത് അവരുടെ വിഷയം. അത്രക്ക് അടുപ്പമുള്ള ഒരാളാണ് ഉണ്ണിക്കണ്ണനുമായിട്ട്. അപ്പം അവരുടെ കൃഷ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് കെട്ടാൻ സാധിച്ചത് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ കംഫർട്ടായിട്ടുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചോദിക്കാൻ നിങ്ങൾ ഹണിമൂണും കണ്ടോ? അല്ല, ഞങ്ങള് മാസത്തില് മിക്കവാറും എല്ലാ മാസവും ഞങ്ങൾ ഓരോ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാർ. നല്ല ട്രിപ്പുകൾ, നമ്മളിങ്ങനെ പുതിയ പുതിയ ഷോർട്ട് ട്രിപ്പുകൾ ഇതൊക്കെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് അമോറ പറ്റി. ഇവര് ഞങ്ങളുടെ എന്താ പറയാ പ്രീ വെഡിങ് മുതൽ ഇപ്പൊ വെഡിങ് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവര് ഈ പിള്ളേർ ഗംഭീരമായിട്ട് വന്ന് ചെയ്തു തന്നെ ഭയങ്കര സന്തോഷമായിട്ട്. രാവിലെ മുതൽ ഇവര് ഉറക്കം ഒഴിഞ്ഞിട്ട് വേറൊരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രിക്ക് അല്ലേ വന്നിട്ട് വലിയ സന്തോഷമാണ്. ഇനി വേറെ അധികം പറയാനൊന്നുമില്ല. നിങ്ങളത് പോരുന്നത് സദ്യ കഴിച്ചിട്ട് പോകാൻ പാടില്ല. ഓക്കെ, സദ്യ ഉണ്ട്, എല്ലാവർക്കും ഉള്ള സദ്യ ഉണ്ട്. വേണ്ടിയാണ് പറയെടുത്ത് വെച്ചാൽ അതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ടാട്ടോ. എനിക്ക് പിന്നെ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഓക്കേടാ, പോരെ? ഓക്കെ അല്ലേ? ഓക്കെ.